നമസ്കാരം, ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തികച്ചും ബാലിശവും വ്യാജവുമാണെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്രൈസ്തവർക്കുള്ള ആനുകൂല്യങ്ങൾ പെന്തക്കോസ്തുകാർക്കും ലഭ്യമാകണമെന്ന് കർണാടക സഭാ നേതാക്കൾ. മനോരമയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികൾ എന്ന പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. 1815 ചൈനീസ് ബൈബിൾ ലേലത്തിൽ വിറ്റുപോയത് 63 ലക്ഷം രൂപയ്ക്ക്. ചരിത്ര പ്രസിദ്ധമായ ബ്രീക്ക് ചാപ്പൽ 300 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറക്കും. PIP കേരള സ്റ്റേറ്റ് ബൈബിൾ വേഴ്സ് .com ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. മെയ് 5 മുതൽ ആര്യങ്കാവിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുദ്ധം. മുളക്കഴിയിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ YPA കേരള സ്റ്റേറ്റ് പ്രവർത്തന ഉദ്ഘാടനം. ഏപ്രിൽ 9 മുതൽ കാട്ടായിക്കോണത്ത് ഭാരത് ബൈബിൾ ചർച്ച് യൂത്ത് ക്യാമ്പ്. ഫെലോഷിപ്പ് ഓഫ് എറണാകുളം ഈസ്റ്റ് ബ്രദറൻ അസംബ്ലീസ് കൺവെൻഷൻ ഏപ്രിൽ 10 മുതൽ. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തികച്ചും ബാലിശവും വ്യാജവുമാണെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ബെന്തക്കോസ്റ്റ് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തികച്ചും ബാലിശവും വ്യാജവുമാണെന്ന് ബെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത്തരം പ്രസ്താവനകൾ പുച്ഛിച്ച് തള്ളുന്നതായും എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം വെള്ളാപ്പള്ളിയുടേത് മാത്രമാണെന്നും PCI ജനറൽ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ലോകമെങ്ങും ഒരു കൊടുങ്കാറ്റ് പോലെ പടർന്നു പന്തലിക്കുകയാണ് ബെന്തക്കോസ്റ്റ്. ഉപദേശങ്ങളിലുള്ള വ്യക്തതയും ബൈബിളിനോടുള്ള പ്രതിബദ്ധതയും മാത്രമാണ് അതിന് കാരണം. നാളെ ഒരിക്കൽ വെള്ളാപ്പള്ളി മാനസാന്തരപ്പെട്ട് സത്യസുവിശേഷത്തിന്റെ ഘോഷണത്തിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളിയാകണമെന്നാണ് പ്രാർത്ഥന, PCI ജനറൽ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ക്രൈസ്തവർക്കുള്ള ആനുകൂല്യങ്ങൾ പെന്തക്കോസ്തുകാർക്കും ലഭ്യമാകണമെന്ന് കർണാടക സഭാ നേതാക്കൾ. കർണാടകയിൽ ക്രൈസ്തവർക്ക് ലഭിച്ചു വരുന്ന ആനുകൂല്യങ്ങൾ ബെന്തക്കോസ്റ്റ് സഭാ വിഭാഗത്തിനും ലഭ്യമാക്കണമെന്ന് ബെന്തക്കോസ്റ്റ് സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ബാംഗ്ലൂർ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹെബ്ബാൾ ചിരഞ്ജീവി ലേഔട്ട് വിക്ടറി ഇന്റർനാഷണൽ വർഷിപ്പ് സെന്ററിൽ നടന്ന ബെന്തക്കോസ്റ്റ് സഭാ നേതാക്കളുടെ സംയുക്ത സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ബെന്തക്കോസ്റ്റ് വിഭാഗത്തിന് മാത്രം ലഭിക്കുന്നില്ലെന്നും അതിനായി സഭാ വ്യത്യാസമന്യേ ഏവരും ഒറ്റക്കെട്ടായി നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും സഭാ നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. മനോരമയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികൾ എന്ന പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ദിനപത്രമായ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച റംസാൻ ചിന്തകൾ ലേഖനത്തിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണെന്ന പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിദ്വേഷ പരാമർശത്തിനെതിരെ കത്തോലിക്ക സഭ ഇടവകകൾ പരസ്യമായി രംഗത്തിറങ്ങി. പല ഇടവകകളിലും വികാരിമാരുടെ നേതൃത്വത്തിൽ മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചു പ്രതിഷേധിച്ചു. 1815 ചൈനീസ് ബൈബിൾ ലേലത്തിൽ വിറ്റുപോയത് 63 ലക്ഷം രൂപയ്ക്ക്. ബ്രിട്ടനിലെ ഒരു ചാരിറ്റി ഷോപ്പിൽ നിന്ന് ലഭിച്ച ചൈനീസ് ബൈബിൾ 63 ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിൽ വിറ്റുപോയത്. ചെംസ്ഫോർഡിലെ ഓക്സ്ഫാം ചാരിറ്റി ഷോപ്പിൽ നിന്നാണ് ഈ ബൈബിൾ ലഭിച്ചത്. ചൈനീസ് ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച ബൈബിളായിരുന്നു ഇത്. 1815 പുറത്തിറക്കിയ ബൈബിളാണിതെന്നാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 വർഷം മുൻപാണ് മറ്റു ചില പുസ്തകങ്ങൾക്കൊപ്പം ഇത് ചെംസ്ഫോർഡിലെ ചാരിറ്റി ഷോപ്പിന് സമ്മാനമായി ലഭിച്ചത്. ചരിത്ര പ്രസിദ്ധമായ ബ്രീക്ക് ചാപ്പൽ 300 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറക്കും. അമേരിക്കയിലെ മേരിലാൻഡിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിക്ക് ചാപ്പൽ 300 വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 12 വീണ്ടും തുറക്കുകയാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് അടച്ചിട്ടതിന് ശേഷം ആദ്യമായി സന്ദർശകർക്ക് അൾത്താര റെയിൽ, കൂടാരം എന്നിവയുൾപ്പെടെ പൂർണ്ണമായും പൂർത്തിയായ ഇന്റീരിയർ പരിവേഷണം ചെയ്യാൻ കഴിയും. മേരിലാൻഡിന്റെ മതസ്വാതന്ത്ര്യ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ദൈവാലയം. PIP കേരള സ്റ്റേറ്റ് ബൈബിൾ വേഴ്സ് .com ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി PIP കേരള സ്റ്റേറ്റ് ബൈബിൾ വേഴ്സ് .com എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച 100 ദിന ലഹരി വിരുദ്ധ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ആരോഗ്യകരവും മയക്കുമരുന്ന് രഹിതവുമായ ഒരു ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന ചിന്ത മുൻനിർത്തി ആരംഭിച്ച ഉദ്യമത്തിൽ 100 ദിവസവും പുതിയ ലഹരി വിരുദ്ധ പോസ്റ്റുകൾ ലഭ്യമായ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പങ്കിടാനാണ് യുവജനങ്ങൾ ബോധവൽക്കരണ പ്രോഗ്രാമിന്റെ ഭാഗമാക്കുന്നത്. മെയ് 5 മുതൽ ആര്യങ്കാവിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുദ്ധം. ഐക്യ പെന്തക്കോസ്ത് സഭകളുടെ ആഭിമുഖ്യത്തിൽ മെയ് 5 മുതൽ 7 വരെ ആര്യങ്കാവ് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ ബ്ലസ് ആര്യങ്കാവ് 2025 എന്ന പേരിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും നടക്കും. പാസ്റ്റർ Y ജോസ് ഉദ്ഘാടനം നിർവഹിക്കുന്ന യോഗത്തിൽ പാസ്റ്റർ ഷിജു ആന്റണി, പ്രൊഫസർ KJ മാത്യു, പാസ്റ്റർ അജി ഐസക് അടൂർ എന്നിവർ പ്രസംഗിക്കും. ക്രൈസ്റ്റ് സിംഗേഴ്സ് ചെങ്ങന്നൂർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും.
മുളക്കഴയിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ YPA കേരള സ്റ്റേറ്റ് പ്രവർത്തന ഉദ്ഘാടനം. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ YPA കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 8 മുളക്കഴ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് ആസ്ഥാനത്ത് പ്രവർത്തന ഉദ്ഘാടനവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടക്കും. റവറൻഡ് Y റെജി ഉദ്ഘാടനം നിർവഹിക്കും. ഏപ്രിൽ 9 മുതൽ കാട്ടായിക്കോണത്ത് ഭാരത് ബൈബിൾ ചർച്ച് യൂത്ത് ക്യാമ്പ്. ഭാരത് ബൈബിൾ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 9 മുതൽ 12 വരെ കാട്ടായിക്കോണത്തുള്ള ലോക്കോസ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് യൂത്ത് ക്യാമ്പ് നടക്കും. വൺ വേ എന്നതാണ് ചിന്താവിഷയം. 10 മുതൽ 40 വരെ പ്രായമുള്ളവർക്കാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. റവറൻഡ് OS സണ്ണി, ഡോക്ടർ ജോൺ ജേക്കബ്, ബ്രദർ ധർമ്മരാജ് ജി, സിസ്റ്റർ സുലേഖ സലീം, റവറൻഡ് സാം തോമസ്, ബ്രദർ ബിജു കണ്ണൻ എന്നിവർ ക്ലാസുകൾ നയിക്കും. ഫെലോഷിപ്പ് ഓഫ് എറണാകുളം ഈസ്റ്റ് ബ്രദറൻ അസംബ്ലീസ് കൺവെൻഷൻ ഏപ്രിൽ 10 മുതൽ. ഫെലോഷിപ്പ് ഓഫ് എറണാകുളം ഈസ്റ്റ് ബ്രദറൻ അസംബ്ലീസിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 10 മുതൽ 13 വരെ കുറുപ്പമ്പടി യൂത്ത് ലീഗ് ഹാളിൽ കൺവെൻഷൻ നടക്കും. ജോബി ജെയിംസ്, ABK ജോർജ്, PS തമ്പാൻ, PV ജെയിംസ് എന്നിവർ പ്രസംഗിക്കും. ഫീബ സിംഗേഴ്സ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തികച്ചും ബാലിശവും വ്യാജവുമാണെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്രൈസ്തവർക്കുള്ള ആനുകൂല്യങ്ങൾ പെന്തക്കോസ്തുകാർക്കും ലഭ്യമാകണമെന്ന് കർണാടക സഭാ നേതാക്കൾ. മനോരമയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികൾ എന്ന പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. 1815 ചൈനീസ് ബൈബിൾ ലേലത്തിൽ വിറ്റുപോയത് 63 ലക്ഷം രൂപയ്ക്ക്. ചരിത്ര പ്രസിദ്ധമായ ബ്രീക്ക് ചാപ്പൽ 300 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറക്കും. PIP കേരള സ്റ്റേറ്റ് ബൈബിൾ വേഴ്സ് .com ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. മെയ് 5 മുതൽ ആര്യങ്കാവിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുദ്ധം. മുളക്കഴയിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ YPA കേരള സ്റ്റേറ്റ് പ്രവർത്തന ഉദ്ഘാടനം. ഏപ്രിൽ 9 മുതൽ കാട്ടായിക്കോണത്ത് ഭാരത് ബൈബിൾ ചർച്ച് യൂത്ത് ക്യാമ്പ്. ഫെലോഷിപ്പ് ഓഫ് എറണാകുളം ഈസ്റ്റ് ബ്രദറൻ അസംബ്ലീസ് കൺവെൻഷൻ ഏപ്രിൽ 10 മുതൽ. ഈ ആഴ്ചയിലെ വാർത്തകളോടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.